ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മെല്ലെ പോകുന്നു എന്നൊരു സംശയം കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഉന്നതരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നില്ല എന്നാണ് കേരളം ഒന്നടങ്കം ചോദിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നായ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ചില പ്രതികൾ ഇപ്പോഴും പുറത്ത് വിലസുകയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവരെ നിരന്തരമായി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇപ്പോഴും അന്വേഷണ സംഘം കടക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും കേസിനകത്ത് നീതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ദിവസം വൈകിയാലും ഉന്നതർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നിർബന്ധിതരാവും. അതിന് കാരണം ഇത് അന്വേഷണം നടക്കുന്ന ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്നതുകൊണ്ട് മാത്രമാണ്. ഒരു ഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘവും മറുഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഉന്നതന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശബരിമലയിലെ അന്വേഷണം ഇപ്പോൾ എവിടെയെത്തി? എന്താണ് പ്രത്യേക അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്? അടുത്ത അറസ്റ്റ് ആരുടേത്? വിശദമായി പരിശോധിക്കാം. പി എസ് സൗപർണികയാണ് കൂടിയുള്ളത്, യുവമാധ്യമ പ്രവർത്തക. അതായത് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ചില സംശയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഉന്നതരുടെ പലരുടെയും അറസ്റ്റ് ഉണ്ടാകുമെന്നായിരുന്നു കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ഇപ്പോൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണം മെല്ലെ പോവുകയാണോ എന്നൊരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ട്. കാരണം ശബരിമല അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തർ അടക്കമുള്ളവർ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതായത് കലിയുഗവരതനായ അയ്യപ്പന്റെ അടുത്ത് ഇത് കലികാലം എന്നാണ് വിശ്വസിക്കുന്നത്. ആ കലികാലത്ത് കലിയുഗവരതനായ അയ്യപ്പന്റെ മുന്നിൽ വന്ന് തങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം പറഞ്ഞ അയ്യപ്പനിൽ എല്ലാം അർപ്പിച്ച് തിരികെ മടങ്ങുന്ന ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തരെയാണ് ഓരോ മണ്ഡല മകരവിളക്ക് കാലത്തും മാസപൂജയ്ക്ക് നട തുറക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാണ് ഒരു കറുത്ത പൊട്ടുപോലെ, വെളുത്ത പ്രതലത്തിലെ കറുത്ത പൊട്ടുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തിൽ വാർത്തയാകുന്നത്. ഭക്തർ കാണിക്കയെ അർപ്പിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ, മുരാരി ബാബുവിനെ പോലെ, പത്മകുമാറിനെ പോലെ, വാസുവിനെ പോലെ, ശങ്കർദാസിനെ പോലെയുള്ള കള്ളന്മാർ അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽപ്പന നടത്തി സ്വന്തം പോക്കറ്റിലേക്ക് പൈസ കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിനൊടുവിൽ പല കള്ളന്മാരെയും കയ്യാമം വെച്ച് തുറങ്കിലടയ്ക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്ന സാഹചര്യം. ഈ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ല ഈ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇത്രത്തോളം അന്വേഷണം മുന്നോട്ട് പോകുമെന്നൊരു ഭയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുമായിരുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വാർത്തയായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നിലവിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ അന്വേഷണം ഇപ്പോൾ ഒരു മെല്ലെപ്പോക്കാണെന്ന് ആളുകൾ സംശയിക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യം മുതൽ SIT എടുത്തൊരു രീതി ഉണ്ടായിരുന്നു. ആദ്യം വളരെ മന്ദഗതിയിൽ പോവുകയും പിന്നീട് ഹൈക്കോടതിയുടെ വിമർശനം വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഉണ്ടായതെല്ലാം വളരെ പെട്ടെന്നാണ്. ഈ പറയുന്ന പോലെ അറസ്റ്റുകൾ, പത്മകുമാറിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ പെട്ടെന്നാകുന്നു. പിന്നീട് വീണ്ടും ഇതേ വിഷയം അല്ലെങ്കിൽ പത്മകുമാറിന്റെ മൊഴി എടുക്കുന്നു. കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് പത്മകുമാറിന്റെ മൊഴി എടുത്ത് 1 മാസത്തിനിപ്പുറമാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയം കൂടിയായിരുന്നു അത്. ആ സമയത്ത് ഹൈക്കോടതി വീണ്ടും വിമർശനവുമായി വന്നു. എന്തുകൊണ്ടാണ് ഈ കേസ് ഇത്രത്തോളം മന്ദഗതിയിൽ പോകുന്നതെന്ന്. അതിനുശേഷമാണ് വീണ്ടും കേസ് കുറച്ചുകൂടി സജീവമാകുക, അല്ലെങ്കിൽ വീണ്ടും കേസ് വളരെ വേഗത്തിൽ പോവുകയും തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം, തന്ത്രി അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ കേസ് ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ വിശ്വാസികൾക്കോ കേരളത്തിലെ പൊതുസമൂഹത്തിനോ സന്തോഷമുണ്ടാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിശ്വാസം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം കേസ് വീണ്ടും മന്ദഗതിയിൽ പോകുന്നു. ഇതിനിടയിൽ തന്നെ പല തവണ ഹൈക്കോടതി വിമർശിക്കുന്നു. ഹൈക്കോടതി വിമർശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസ് പുരോഗമിക്കുന്നത്. വീണ്ടും ഇപ്പൊ കേസ് മന്ദഗതിയിൽ, നമുക്ക് ആരെയും, ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ എന്നല്ല ആരെയും കുറ്റം പറയാനാകില്ല. ഈ കേസ് മന്ദഗതിയിലാണ് പോകുന്നത്. ഞാൻ ആദ്യം മുതൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ശബരിമല വിഷയത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ പറഞ്ഞാലും SIT എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് മന്ദഗതിയിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോ ആദ്യം മുതൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എല്ലാ കുറ്റവും തന്ത്രിയുടെ മേൽ ആരോപിച്ച് തടിയൂരുക എന്നതാണോ, അല്ലെങ്കിൽ എല്ലാ കുറ്റവും തന്ത്രിയുടെ മേൽ, തന്ത്രി തെറ്റുകാരനല്ല എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല. തന്ത്രിയുടെ ഒന്നുകിൽ തന്ത്രി അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ തന്ത്രി മൗന അനുവാദം കൊടുത്തു. അല്ലാതെ തന്ത്രി ഇതിൽ നിരപരാധിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ തന്ത്രി മാത്രമല്ല കുറ്റക്കാരൻ. ഈ പറയുന്ന പോലെ PS പ്രശാന്തിനെ പിന്നീട് ചോദ്യം ചെയ്തു. പിന്നീട് ഒന്നും ആകുന്നില്ല. ഈ കേസ് എവിടെയും എത്താതെ
വളരെ മന്ദഗതിയിൽ പോകുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആവുമ്പോൾ ഈ പൊതുജനത്തിന് ആശങ്കയുണ്ട്, അല്ലെങ്കിൽ ഭക്തർക്ക് ആശങ്കയുണ്ട് എന്നതിനൊക്കെ അപ്പുറം ഈ കേസ് ചവിട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുകയും ഈ കേസ് ഏത് വിധേനയും അല്ലെങ്കിൽ തന്ത്രിയെ മുൻനിർത്തി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് SIT നടത്തുന്നത് എന്ന് സംശയിക്കേണ്ട തലത്തിലാണ് പോകുന്നത്. ഹൈക്കോടതി വിമർശനവുമായി വരുമ്പോൾ മാത്രമാണ് SIT മുന്നോട്ട് ശരിയായ ദിശയിൽ പോകുന്നത്. ഈ പറയുന്ന പോലെ സർക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മന്ത്രിമാരടക്കം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യട്ടെ, സോണിയാഗാന്ധി ചോദ്യം ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ ചോദ്യം ചെയ്ത് പോലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത തലത്തിൽ തന്ത്രിയിൽ ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഹൈക്കോടതി അടുത്ത വിമർശനവുമായി വരും. അപ്പോഴായിരിക്കും SIT വീണ്ടും ഉണരാൻ പോകുന്നത്. തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി PS പ്രശാന്തിനെ നിരവധി തവണ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണ കേസിലെ ഒരു VVIP അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാണ് ആ VVIP എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ അത് പറയാൻ നിർവാഹമില്ല. പക്ഷേ ഒരു VVIPയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ അറസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഹൈക്കോടതി ഒരു തവണ കൂടി വിമർശനവുമായി വരുമ്പോഴായിരിക്കും അറസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ആ VVIP ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റഡാറിലുണ്ട്. വൻ സ്രാവുകൾക്ക് മുകളിൽ അന്വേഷണ സംഘം വലവിരിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ പഴുതുകളും അടച്ച ആ VVIPയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ആ VVIPയെ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ ജനം ഞെട്ടിവിറയ്ക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണം കട്ട കള്ളന്മാരെ, ഏറ്റവും അവസാനത്തെ കണ്ണിയവരെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് തുറങ്കിൽ അടയ്ക്കണമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് ഏത് രൂപത്തിലും സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അന്വേഷണത്തിനിടയിൽ രാഷ്ട്രീയം കലർത്തി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ, കേരളത്തിലെ ജനങ്ങളുടെ ശബരിമല അയ്യപ്പനോടുള്ള അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലെ ഭക്തിയെ വെല്ലുവിളിക്കാനാണ് സർക്കാർ അന്വേഷണ സംഘവും ശ്രമിക്കുന്നെങ്കിൽ അത് സർക്കാരിന് ഭൂഷണമായിരിക്കില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ വിഷയത്തിൽ പറയാനുള്ളത്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോഴും ശാന്തമായി മുന്നോട്ട് പോവുകയാണ്. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏത് നിമിഷവും രൗദ്രഭാവം പുഴ ആവാഹിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ആവശ്യം പരിപൂർണമായ തെളിവ് ശേഖരിക്കലാണ്. ആ തെളിവ് ശേഖരിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഉടൻ തന്നെ ആ ഉന്നതന്റെ ആ VVIPയുടെ അറസ്റ്റ് ഉണ്ടാകും. ആ VVIPയുടെ അറസ്റ്റ് കേരള രാഷ്ട്രീയം ഞെട്ടിത്തരിക്കുന്ന അറസ്റ്റിലേക്കാണ് പോകാനിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ അകത്തളങ്ങളിൽ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഇത്രത്തോളം വേദനിപ്പിച്ച ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം 41 ദിവസത്തെ പുണ്യവ്രതമെടുത്താണ് ശബരിമല അയ്യപ്പന്റെ തിരുസന്നിധിയിലേക്ക് ആളുകൾ പോകുന്നത്, ഭക്തർ പോകുന്നത്. ആ ഭക്തരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രമായ 18ാം പടിയെപ്പോലും പവിത്രമായ ക്ഷേത്രാങ്കണത്തെ പോലും കളങ്കപ്പെടുത്തുന്ന തരത്തിൽ അവിടെയുള്ള ദേവസ്വം ബോർഡിലെ ആളുകൾ, ഭരണസമിതിയുടെ ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, തന്ത്രി ഉൾപ്പെടുന്ന ആളുകൾ ഇത്രത്തോളം കളവ് നടത്തിയപ്പോൾ, അതിനെ പവിത്രമായ ക്ഷേത്രാങ്കണത്തെ അവഹേളിച്ചപ്പോൾ, അപമാനിച്ചപ്പോൾ കേരളത്തിലെ വിശ്വാസികളുടെ മനസ്സിനേറ്റ മുറിവ് അത് അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ സൗവർണിക പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം കൃത്യമായി ഉണ്ട്. ഇപ്പോൾ മുന്നോട്ട് പോകുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉടൻ തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി പറയും. എന്തായാലും ഒരു VVIP റഡാറിലുണ്ട്. VVIPയുടെ മേൽ വല വിരിച്ചു കഴിഞ്ഞു. ആ വലയിൽ എപ്പോൾ കോരിയെടുക്കണമെന്ന കാര്യത്തിൽ, എപ്പോൾ വല വലിക്കണമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി തീരുമാനമെടുക്കാനുള്ളത്.